ഹായ് ഗായ്സ്, ഇന്നെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. കാരണം സാധാരണ ഷോർട്സ് മാത്രമല്ലേ ഇടാറുള്ളൂ. അപ്പോൾ തോന്നി വേഗം കുളിച്ച് വിളക്ക് വെച്ച് ഐശ്വര്യമായിട്ട് അങ്ങനെ തുടങ്ങാമെന്ന്. വിളക്ക് വെച്ചിട്ട് നേരെ അടുക്കളയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ സാമ്രാജ്യം എന്ന് പറയുന്നത് അവിടെയാണല്ലോ. പാലടുപ്പത്ത് വെച്ചിട്ട് ഞാൻ മോനെ വിളിക്കാൻ പോയതാ. എനിക്കിനില്ലേ നേരായി എന്ന് പറയാൻ വേണ്ടി പോയതാ. അപ്പോൾ നോക്കുമ്പോൾ ആൾ പറഞ്ഞു തല വെച്ചിട്ട് വയ്യ അമ്മ എന്ന് പറഞ്ഞു. കാരണം ഇന്നലെ വൈകുന്നേരം വരുമ്പോൾ തന്നെ ആൾക്ക് ചെറിയൊരു ജലദോഷത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. ചെറിയ തുമ്മലും ചീറ്റിലൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തന്നെ ഏട്ടൻ പറഞ്ഞു പണി കിട്ടി തോന്നുന്നുണ്ട് എന്ന്. അപ്പോൾ ഏട്ടനോട് ചേച്ചി പറഞ്ഞു എന്നാൽ കിടന്നോട്ടെ, വിളിക്കണ്ട, വയ്യാന്നുണ്ടെങ്കിൽ വിടാൻ നിൽക്കണ്ട പറഞ്ഞു. നമ്മൾ വിട്ടിട്ട് നമുക്ക് മാത്രമല്ല മറ്റുള്ള കുട്ടികൾക്കും കൂടിയും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടത് ചെയ്യണത് ശരിയല്ലല്ലോ. പോയ 2 ദിവസത്തെ ക്ലാസ് അല്ലേ, അതങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അടുക്കളയിൽ വന്നിട്ട് ചായ വെക്കാൻ നോക്കുമായിരുന്നു. ചായ വെച്ചു കഴിഞ്ഞാൽ ഇപ്പിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇപ്പി സൂപ്പല്ല, ഒരു നൂഡിൽസ് പോലെ. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ കുറച്ച് ചിക്കനൊക്കെ വറുക്കാൻ വേണ്ടി വെക്കുന്നുണ്ടായിരുന്നു. കാരണം സ്കൂളിൽ വിടില്ല എന്ന് പെട്ടെന്നല്ല തീരുമാനിച്ചേ. അപ്പോൾ വിടാനുള്ള പ്ലാനെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ഇന്നലെ തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് തിളച്ചപ്പോഴേക്കും ഞാൻ വേഗം കഞ്ഞി എടുത്ത് മാറ്റിയിട്ട് അമ്മോന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ മോൾക്ക് ഭയങ്കര വാശിയാവും, അവൾക്ക് വേണം പറഞ്ഞു. 1 ടീസ്പൂൺ കൊടുത്തപ്പോൾ അവൾക്ക് അത് തന്നെ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മോന് വേണ്ടി ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഞാൻ അവനുള്ളതവിടെ വെച്ചിട്ട് മോൾക്ക് ഞാൻ കുറച്ച് ചോറ് നമ്മൾ വാർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചോറ് എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങനെ കഞ്ഞിയാക്കി കൊടുത്തു വിട്ടു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചായ കുടിക്കാൻ പോയി. പിന്നെ നമുക്ക് ഇനി സമയമില്ല ഇരിക്കാനായിട്ട്. ചായ കുടി കഴിഞ്ഞിട്ടാണ് ഞാൻ സിറ്റ് ഔട്ട് അടിച്ച് പോയത്. മഴ പെയ്ത ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നായ വന്ന് കയറി കിടക്കും. ഇവിടെ മാത്രമല്ല, ഒരുവിധം എല്ലാ വീട്ടിലുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ വേഗം തന്നെ സിറ്റ് ഔട്ടൊക്കെ അടിച്ച് കഴുകി. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ടെറസിലേക്കാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം കുറേ തുണികൾ കഴുകിയിട്ടുണ്ടായിരുന്നു സന്ധ്യ ആകുമ്പോഴേ. പിന്നെ രാത്രി മഴ പെയ്ത കാരണം അതൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറേ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടു. പിന്നെ ഉണങ്ങിയ തുണികളൊക്കെ ഇങ്ങോട്ട് എടുത്തു വിട്ടാ. പിന്നെ അടുക്കള കയറി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒന്നാമത് കുട്ടികൾക്ക് വയ്യാണ്ടിരിക്കില്ല. അപ്പോൾ കുറേ കറികൾ വെക്കേണ്ട, പകരം എന്തായാലും ചിക്കൻ ഉണ്ടല്ലോ. അപ്പോൾ വറുത്ത് വെച്ച ചിക്കൻ എടുത്തിട്ട് ഞാൻ കറിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സർലാസ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ. കറി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ കഴുകിയിട്ട് ഊണാക്കിയിരുന്നു കേട്ടോ. ഊണാക്കി എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം മോൻ വേണ്ട പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ സ്പെഷ്യൽ എന്തെങ്കിലും വെച്ചിട്ട് എല്ലാവരും കൂടി കഴിക്കുകയാണ് പതിവ്. അപ്പോൾ അവരിന്നലെ കഴിച്ചെങ്കിൽ കൂടി ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അതിപ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മോന് വേണ്ടിയിട്ട് ഞാൻ കഴിക്കണ കൂട്ടത്തിൽ അവനും കൂടി കൊടുക്കാമെന്ന് വെച്ചിട്ട് അവൻ റൂമിൽ കിടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവന് 2-3 ഉരുള വാരി കൊടുത്തു കേട്ടോ. നോക്കുമ്പോൾ ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മരുന്ന് കൊടുത്തു വിട്ടു. കഴിഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ പനിയിലേക്ക് എത്തിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മരുന്ന് കൊടുത്തിട്ട് ഞാൻ 2 രണ്ടിടത്താണ് കിടത്തിയ. മോൾക്ക് ഞാൻ താഴെ വിരിച്ചു കൊടുത്തു, മോൻ്റെ അടുത്ത് കിടത്തണ്ടെന്ന് വിചാരിച്ചിട്ടേ. കാരണം ഇവർക്ക് ഒരാൾക്കല്ലെങ്കിൽ ഒരാൾക്ക് എപ്പോഴും ഉണ്ടാവും. ചേട്ടൻ്റെ അടുത്ത് കിടത്താത്തതിൻ്റെ വാശിയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. കുറച്ച് നേരമൊക്കെ ഭയങ്കര സങ്കടവും വാശിയായിരുന്നു. പിന്നെ ആൾ സെറ്റായി, നമ്മൾ സെറ്റാക്കി എടുത്തു ഫോണൊക്കെ കാണിച്ചു കൊടുത്തിട്ട്. അത് കഴിഞ്ഞ് ഞാനും മോളും കൂടി കുറച്ച് നേരം കിടന്നൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ മുതലുള്ള ഓട്ടപ്പാച്ചലല്ല. അപ്പോൾ ഇത്തിരി നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. പിന്നെ നോക്കുമ്പോൾ സമയം 4:45 കഴിഞ്ഞപ്പോൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ എന്നിട്ട് മിറ്റൊക്കെ അടിക്കണ്ടായിരുന്നു കേട്ടോ. മിറ്റ അടിക്കുമ്പോഴാണ് കുറച്ച് പുല്ല് കണ്ണിൽ ഉടക്കിയത്. അപ്പോൾ 1-2 പറിക്കാമെന്ന് ചെയ്തതാണ്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ നേരെ ബാക്കിൽ പോയിട്ട് അടിച്ച് വാരി തീയിട്ടു. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും പിന്നെ നടക്കില്ല. പിന്നെ കുറേ ദിവസത്തേക്ക് നനഞ്ഞിട്ടല്ല ഉണ്ടാവുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അടിച്ച് വാരി തീയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ തുണികളോടൊന്ന് പെട്ടെന്ന് തന്നെ ഞാൻ പിന്നെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മോളെ എണീക്കുമ്പോഴേക്കും ഒരുവിധം പണികളൊക്കെ ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവളെ എനിക്ക് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ അവളെ പിന്നാലെ നടക്കണം. ഇപ്പോൾ കൈക്ക് ഫ്രാക്ചർ പറ്റിയ ശേഷം വാശി കുറച്ച് കൂടുതലാണ്. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് ഇനി മേലെ എഴുകണം, വിളക്ക് വെക്കണം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ.